അല്ല, നമുക്കത് ചെയ്യണം, ചെയ്തേ മതിയാവൂ. കേരളം അത് ചെയ്തേ മതിയാവും. ഞാനിപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് ചെയ്യാത്തതിനെക്കുറിച്ച് കുറ്റപ്പെടുത്തലല്ലോ ഇപ്പോഴത്തേത്. നമുക്ക് ചെയ്യണമായിരുന്നു. കാരണം ഓക്കി കഴിഞ്ഞിട്ടുണ്ടായ ഒരു വലിയ മാറ്റം, ഈ ക്ലൈമറ്റ് ചേഞ്ചിലേക്ക് ഉണ്ടായ മാറ്റം പരിശോധിക്കണം. ഞങ്ങൾ അന്ന് നിയമസഭയിൽ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഒരു പൊളിറ്റിക്കൽ സാധനമായിട്ടല്ല ഈ IPCC റിപ്പോർട്ടും. കേരളത്തിലുണ്ടായ മാറ്റമാണ്. ആ മാറ്റത്തിനനുസരിച്ച് കേരളം തയ്യാറെടുപ്പ് നടത്തണം. നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ റൂം ഫോർ റിവർ എന്നുള്ള ആശയമൊക്കെ നല്ലതാണ്, പക്ഷെ നടപ്പാക്കാൻ പറ്റിയില്ലല്ലോ നമുക്ക്. അതല്ലേ പ്രശ്നം. അതൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞതാണ്. ഇനി അതിനേക്കാൾ കൂടുതൽ പറയാനൊന്നുമില്ല എനിക്ക്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചതാണ്. നിങ്ങളിപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്, ഈ ഫ്ലഡുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കി, എന്നിട്ട് വേറെ വിഷയത്തിലേക്ക് കിടക്കാം പ്ലീസ്. ഒരാൾ ചോദിക്കും, അങ്ങ് ചോദിക്കും. ഉറപ്പായിട്ട് ഇത് അതിൻ്റെ ഭാഗമാണ്. ലാൻഡ് ഓഡിറ്റിങ് നടത്തണം. കുറേ സ്ഥലങ്ങൾ, റിവർ സ്ഥലങ്ങൾ കയ്യേറ്റം നടത്തിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഈ പുഴയിലേക്ക് വരുന്ന ഈ വെള്ളം വരുന്ന കനാലുകൾ, തോടുകൾ, അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു രജിസ്ട്രിയുടെ കാര്യം കഴിഞ്ഞാൽ ഞാൻ ക്യാബിനറ്റിൻ്റെ മീറ്റിങ്ങിൽ പറഞ്ഞില്ലേ, അതിൽ ഇതുകൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ. അല്ലേ, അത് വളരെ പ്രസക്തമായ ചോദ്യം അങ്ങ് ചോദിച്ചു. ഉറപ്പായിട്ട് അത് പരിശോധിക്കും. പുഴയെ പൂർവ്വസ്ഥിതിയിലാക്കിയില്ലെങ്കിൽ നമുക്ക് അപകടമാണ്. നമ്മൾ ഫ്ലഡ് മാപ്പിംഗ് ഉൾപ്പെടെയുള്ള നടത്തുമ്പോൾ ഇത് പരിശോധിക്കുകയും ചെയ്യും. ഞങ്ങളത് ആ അസറ്റ് രജിസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും പ്രത്യേകതകളല്ലേ, നദികൾ, തടാകങ്ങൾ, അതുപോലുള്ള കൈവഴികൾ, കനാലുകൾ, ഇതൊക്കെ വലിയതാണ്. അത് നമുക്ക് ചെയ്യാം. ഞാൻ എല്ലാ സ്ഥലത്തും അതിന് പോയിട്ടില്ലല്ലോ. അതെന്താണെന്നറിയാമോ, ഞാൻ ആറന്മുളയിലും ഏറ്റവും കൂടുതൽ രൂക്ഷമായ പ്രശ്നമുണ്ടായ ആറന്മുളയിലും അതുപോലെ റാന്നിയിലും ഏറ്റവും കൂടുതൽ ക്യാമ്പുകളുള്ള തിരുവല്ലയിലാണ് പോയത്. ഞാൻ കോന്നിയിലും പോയില്ല, അടൂരും ഉണ്ടായിരുന്നു. ഞാൻ അല്ലാതെ ഞങ്ങളെ MLA-മാരെ ക്ഷണിച്ചിരുന്നില്ല. ആ മീറ്റിങ്ങിൽ എല്ലാ ജില്ലാ കളക്ടറെയും ചാർജുള്ള മന്ത്രിയെയും അവിടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെ, ഞാൻ താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാരെ വിളിക്കരുതെന്നോട് പറഞ്ഞു മീറ്റിംഗ്. കാരണം ഞാൻ പണ്ട് 2018 ഈ എറണാകുളത്തും തിരുവനന്തപുരത്തും മീറ്റിംഗ് നടക്കുമ്പോൾ താഴെയുള്ള ഉദ്യോഗസ്ഥരെ നമ്മൾ ഈ യോഗത്തിന് മന്ത്രിമാരും നേതാക്കന്മാരും എല്ലാവരും വരുമ്പോൾ മീറ്റിങ്ങിന് വിളിക്കുന്നതിന് എതിരായിട്ട് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. കാരണം അത് അവിടുത്തെ സിസ്റ്റത്തെ ബാധിക്കും. അതുകൊണ്ട് ജില്ലയിലെ ഹെഡ് മാത്രം, കാരണം അവർക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ. എന്നിട്ട് നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജില്ലാ കളക്ടർമാരുടെ മീറ്റിങ്ങിൽ കൂടുതൽ അധികാരം കൊടുത്തു. അത് ഫോർ ദ ടൈം ബീങ് ഇത് സെറ്റിൽ ചെയ്യാൻ പൈസ കൊടുത്തു. നേരത്തെ ആവശ്യത്തിന് പൈസയുണ്ട്. ഇനി അതല്ല, ഈ ഭക്ഷണത്തിന് കൂടുതൽ പൈസയായി, ടോയ്ലറ്റ് ഇല്ല, ബയോ ടോയ്ലറ്റ് കൊണ്ടുവരണം. എന്ത് തീരുമാനം എടുക്കാനും ജില്ലാ ഭരണകൂടത്തിന് പൂർണ്ണമായ അധികാരം കൊടുത്തു. അവരെന്ത് തീരുമാനം എടുത്താലും അത് റാറ്റിഫൈ ചെയ്തോളാം. കാരണം ഈ ക്യാമ്പുകൾ 150 പേരിൽ കൂടുതൽ ക്യാമ്പിൽ വന്നപ്പോൾ അവിടെ ഒരു പ്രശ്നം വന്നു. അപ്പോൾ 150 പേരിൽ കൂടുതലുള്ള ക്യാമ്പുകൾ, രണ്ടാമത്തെ ക്യാമ്പുകൾ തുടങ്ങിക്കോളാൻ പറഞ്ഞു. പിന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് കുറേ പ്രശ്നമുണ്ട് ഇല്ലേ. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് ആശുപത്രികളിലെ ആളുടെ എണ്ണം കൂടി, അവിടെയും സ്റ്റാഫിൻ്റെ ഷോർട്ടേജൊക്കെ, പല ഹെൽത്ത് അവരത് ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും ഡോക്ടർമാരുടെ ക്യാമ്പുണ്ട്. അതുകൂടാതെ ഞങ്ങൾ ആ ജില്ലകളിലെ ഈ സ്വകാര്യ ആശുപത്രികളുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായ, ഇപ്പം എല്ലാ ആശുപത്രികളിലും മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നുണ്ട്, എല്ലാ സ്വകാര്യ ആശുപത്രികളിലെ മെഡിക്കൽ ക്യാമ്പ്. അപ്പോൾ നമ്മളൊന്നുകൂടി നേരിട്ട് പരിശോധിച്ചാണ്. MLA-മാരെ ആരെയും ആ പരിപാടിക്ക് ക്ഷണിച്ചിരുന്നില്ല, കുറച്ച് പേര് വന്നു, അത്രയേ ഉള്ളൂ. അല്ല, ഇതൊന്ന് തീർത്തോട്ടെ, ഇത് ഫ്ലഡ് ഒന്ന് തീർത്തോട്ടെ. ഒരു സ്ഥലത്തൊന്നും അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നലെ എല്ലാ ക്യാമ്പുകളിലും ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു. ഒന്ന് ഭക്ഷണം കൃത്യസമയത്ത് കൊടുക്കുന്നുണ്ടോ, ഒന്ന് ലൈറ്റ്, ഇലക്ട്രിസിറ്റി അറേഞ്ച്മെൻറ്റ്സ് കറക്റ്റായിട്ട് ഉണ്ടോ, ടോയ്ലറ്റുകൾ കറക്റ്റായിട്ടുണ്ടോ, മെഡിസിൻസ് ഉണ്ടോ, ഡോക്ടർമാരുടെ ക്യാമ്പുണ്ടോ,
അവർ രാവിലെയും വൈകുന്നേരവും അവിടെയുള്ള രോഗികളായിട്ടുള്ള ഉൾപ്പെടെയുള്ള ആളുകളെ പരിശോധിക്കുന്നുണ്ടോ? ഈ കൃത്യമായിട്ട് ഒരു പരാതി പത്രം, ഞാൻ അവിടെ നിന്നാണ് വരുന്നത്, എന്നല്ല ഒരു പരാതിയും ഒരു പരാതിയില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് പരാതി ഉണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ അത് അഡ്രസ്സ് ചെയ്യാനുള്ള സിസ്റ്റം അവിടെ ഉണ്ട്. പക്കയായിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അവരെ നിരാശപ്പെടുത്തല്ലേ. അവർ പല ദിവസവും പലരും ഉറങ്ങിയിട്ട് പോലുമില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കും, എല്ലാം ഡിസ്പോസ് ചെയ്യും. മാത്രമല്ല, ഇപ്പോൾ സർക്കാർ ആശുപത്രി ഇല്ലാത്ത സ്ഥലത്താണ് സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കോ. ഗുരുതരാവസ്ഥയിലുള്ള ആളെ ഇനി കോട്ടയത്തേക്കോ പത്തനംതിട്ടയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ജില്ലയിൽ നിന്ന് വേറെ ജില്ലയിലേക്ക് ഏറ്റവും നല്ല ആശുപത്രിയിൽ കൊണ്ടുപോയിക്കോ. ആ സ്വകാര്യ ആശുപത്രിയിലെ ബില്ലാണെങ്കിൽ പോലും അത് തീർത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ ക്ലിയർ ആയിട്ടുള്ള ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. നേരിട്ട് തന്നെ മീറ്റിങ്ങിലും കൊടുത്തു, ഞാൻ നേരിട്ട് പോയും കൊടുത്തു. അല്ല, അതെല്ലാം ക്ലിയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ സ്ഥലത്തും. ഇപ്പം നമുക്ക് ഈ ഒരാഴ്ച കൊണ്ട് ഇതെല്ലാം മാറ്റാൻ പറ്റില്ലല്ലോ. മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. ഷട്ടർ തുറക്കാൻ വേണ്ടിയിട്ടുള്ള ചെയ്തിട്ടുണ്ട്. ഷട്ടർ തുറന്നുകൊണ്ടാണ് അവിടെ എല്ലാം മറ്റേ തണ്ണീർമുക്കത്തും മറ്റ് എല്ലാ സ്ഥലത്തും ഷട്ടർ തുറന്നുകൊണ്ടാണ്. എന്നാലും അപ്പർ കുട്ടനാട് നമുക്കറിയാമല്ല, പ്രശ്നബാധിതമായ സ്ഥലമാണ്. ഞാൻ വേറെ എന്തെങ്കിലും ചോദിക്കും, അത് പറഞ്ഞല്ലോ. സൗജന്യ